2024 സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയ സമിതിയുടെ ചെയർമാനായി നടനും സംവിധായകനുമായ പ്രകാശ് രാജിനെ നിയമിച്ചു. എന്തുകൊണ്ടാണ് കേരള സംസ്ഥാന ചലച്ചിത്ര സമിതിയുടെ താക്കോൽ സ്ഥാനത്തേക്ക് പ്രകാശ് രാജ് എന്ന നടനെ തിരഞ്ഞെടുത്തത്? കേരളത്തിൽ പ്രകാശ് രാജിനെ പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ പ്രഗത്ഭരായ ചലച്ചിത്ര പ്രവർത്തകർ ഇല്ലാത്തത് കൊണ്ടാണോ മറ്റാരെയും നിയമിക്കാത്തത്? ഇങ്ങനെ ഉയർന്ന പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം പ്രകാശ് രാജ് എന്ന ചലച്ചിത്ര താരത്തിന്റെ നിലപാടുകൾ തന്നെയാണ്. ചലച്ചിത്രങ്ങൾക്ക് അവാർഡ് നൽകുന്ന കമ്മിറ്റി എന്നും എക്കാലവും വെച്ചു പുലർത്തേണ്ടത് നിഷ്പക്ഷമായ നിലപാടുകളാണ്. എന്നാൽ പല കാലങ്ങളിലും ചലച്ചിത്ര അവാർഡ് നിർണയ കമ്മിറ്റിക്ക് അത് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ആണെങ്കിലും ദേശീയ അവാർഡ് ആണെങ്കിലും ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളേണ്ടി വന്നിട്ടുണ്ട്. അത്തരം അവസരങ്ങൾ സിനിമയെ സീരിയസ് ആയി വീക്ഷിക്കുന്ന ഏതൊരാൾക്കും അറിയാവുന്നതുമാണ്. കലാമൂല്യമുള്ള സിനിമകളെ പരിഗണിക്കാതെ ചില വ്യക്തികളെ നോക്കി സംസ്ഥാന അവാർഡും ദേശീയ അവാർഡും വാരിക്കോരി കൊടുക്കുന്നത് ചലച്ചിത്ര അവാർഡ് നിർണയ കമ്മിറ്റിയുടെ വില കളയുന്ന സംഭവമായി വിലയിരുത്തപ്പെടുന്നുണ്ട്. ഈ ചീത്തപ്പേരുകളെല്ലാം ഇല്ലാതാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയായിരിക്കും പ്രകാശ് രാജിനെ പോലുള്ള ഒരാളെ ചലച്ചിത്ര അവാർഡ് നിർണയ കമ്മിറ്റിയുടെ തലപ്പത്തെത്തിച്ചത്. പ്രകാശ് രാജ് ജൂറി ചെയർമാൻ ആകുന്നതിന്റെ ഗുണം ആർക്കുണ്ടാകുമെന്ന ചോദ്യം ഉന്നയിച്ചാൽ നല്ല കലാമൂല്യമുള്ള ചിത്രങ്ങളെ ചവറ്റുകൊട്ടയിൽ തള്ളില്ല എന്ന് തന്നെയാകും. വേർതിരിവുകളില്ലാതെ അഭിനയിക്കുന്ന താരങ്ങളുടെ മാർക്കറ്റ് വാല്യൂ നോക്കാതെ അവാർഡ് നിർണയം നടത്തുമെന്ന പ്രതീക്ഷയിലായിരിക്കും അദ്ദേഹത്തെ ജൂറി ചെയർമാൻ ആക്കിയതിന് പിന്നിൽ. പ്രകാശ് രാജ് എന്ന വ്യക്തി ഇടതുപക്ഷക്കാരനല്ലെങ്കിലും വ്യക്തമായ നിലപാടുകളും അഭിപ്രായവുമുള്ള ആളാണ്. മാത്രവുമല്ല, മതേതര മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കുകയും ജനാധിപത്യ നിലപാടുകൾ കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ആളാണ്. പക്ഷാഭേദമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശേഷിയുള്ള പ്രതിഭയാണ് പ്രകാശ് രാജ്. കേന്ദ്രത്തിലായാലും സംസ്ഥാനത്തിലായാലും രാഷ്ട്രീയം നോക്കി ജൂറി തലപ്പത്ത് ആളുകളെ നിയമിക്കുന്ന സാഹചര്യം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പ്രകാശ് രാജിനെ പോലെ ഒരാൾ കടന്നു വരുന്നതോടെ രാഷ്ട്രീയം നോക്കി മാർക്കിടുന്ന പഴയ ഏർപ്പാട് ഇല്ലാതാകുമെന്ന പ്രതീക്ഷയും അദ്ദേഹത്തെ നിയമിച്ചവർക്കുണ്ടാകുമെന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്ത് നിഷ്പക്ഷ നിലപാട് സ്വീകരിക്കുന്ന ഒരാളെ ജൂറി ചെയർമാൻ സ്ഥാനത്ത് കൊണ്ടുവരുന്നത് സിനിമയ്ക്കും സിനിമാ പ്രവർത്തകർക്കും ഒരുപോലെ മുതൽക്കൂട്ടാണ്. കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഭരണഘടനയുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരാളാണ് പ്രകാശ് രാജ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളും സമീപനവും സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയത്തിലും പ്രകടമാകുമെന്ന് ഉറപ്പാണ്. അത് തന്നെയാണ് ഭൂരിഭാഗം പേരും പ്രതീക്ഷിക്കുന്നതും. സിനിമയ്ക്ക് പുറമെ പൊതുസമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾക്കെതിരെ ശബ്ദമുയർത്താൻ മടിയില്ലാത്ത ആൾ തന്നെയാണ് പ്രകാശ് രാജ്. താൻ സിനിമാ പ്രവർത്തകനാണ്, മറ്റു കാര്യങ്ങളിൽ അഭിപ്രായം പറയേണ്ട കാര്യമില്ല എന്ന് പറയുന്ന സൂപ്പർ സ്റ്റാറുകളെ പലരെയും നമുക്കറിയാം. അവരിൽ നിന്നെല്ലാം വ്യത്യസ്തനായി സാമൂഹിക വിഷയങ്ങളിൽ പ്രകാശ് രാജ് തന്റെ നിലപാട് അറിയിച്ച് രംഗത്ത് വരാറുണ്ട്. ഇസ്രായേൽ ഹമാസ് വിഷയത്തിൽ പോലും പ്രകാശ് രാജ് തന്റെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. പലസ്തീനെ അംഗീകരിക്കാൻ മുസ്ലിം ആകേണ്ട ആവശ്യമില്ല, മനുഷ്യനായാൽ മതിയെന്നാണ് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് പ്രകാശ് രാജ് തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചത്. അതിൽ തന്നെ വ്യക്തമാണ് മതത്തേക്കാൾ അദ്ദേഹം മാനുഷിക മൂല്യങ്ങൾക്കാണ് വില കൽപ്പിക്കുന്നതെന്നത്. പ്രകാശ് രാജിന് പുറമെ സംവിധായകരായ രഞ്ജൻ പ്രമോദ്, ജിബു ജേക്കബ് എന്നിവർ പ്രാഥമിക വിധി നിർണയ സമിതിയിലെ 2 സബ് കമ്മിറ്റികളുടെ ചെയർമാൻമാരായിരിക്കും. ഇരുവരും അന്തിമ വിധി നിർണയ സമിതിയിലെ അംഗങ്ങളുമായിരിക്കും. അന്തിമ വിധി നിർണയ സമിതിയിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റും സംസ്ഥാന പുരസ്കാര ജേതാവുമായ ഭാഗ്യലക്ഷ്മി, പിന്നണി ഗായികയും സംസ്ഥാന പുരസ്കാര ജേതാവുമായ ഗായത്രി അശോകൻ, സൗണ്ട് ഡിസൈനറും സംവിധായകനുമായ നിതിൻ ലൂക്കോസ്, തിരക്കഥാകൃത്തും എഴുത്തുകാരനുമായ സന്തോഷ് എച്ചിക്കാനം എന്നിവരും അംഗങ്ങളാണ്. 128 സിനിമകളാണ് അവാർഡിനായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ദേശീയ അവാർഡ് ജേതാക്കളായ ചലച്ചിത്ര നിരൂപകൻ MC രാജനാരായണൻ, സംവിധായകൻ VC അഭിലാഷ്, ചലച്ചിത്ര ഗാനരചയിതാവും കവിയുമായ വിജയരാജ മല്ലിക, ഛായാഗ്രാഹകൻ സുബാൽ KR, സംവിധായകനും പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ബിരുദധാരിയുമായ ഫിലിം എഡിറ്റർ രാജേഷ് K, ചലച്ചിത്ര ഗാനരചയിതാവായ ഡോക്ടർ ഷംഷാദ് ഹുസൈൻ എന്നിവരാണ് പ്രാഥമിക വിധി നിർണയ സമിതിയിലെ മറ്റംഗങ്ങൾ.